വെൽക്കം ടു എമീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കേക്കാണ്. ഇഫ്താറിൻ്റെ സമയത്തും അല്ലാതെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കേക്കാണ്. ഈ കേക്കിന് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 കപ്പ് മൈദ. പഞ്ചസാരയും മൈദയൊക്കെ ഗ്ലാസിൻ്റെ അളവ് എടുത്താലും മതി. പിന്നെ ഈത്തപ്പഴം ഒരു 5 or 6 എണ്ണം ഈത്തപ്പഴം, പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, 5 മുട്ട, പിന്നെ കുറച്ച് നെയ്യ്. ആദ്യം തന്നെ 5 മുട്ട, 1 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് എടുത്ത് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്താലേ നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് കേക്ക് നന്നായിട്ട് പതഞ്ഞ് വരണം. ഇപ്പം നന്നായിട്ട് തന്നെ പതഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അവിടെ ഇവിടെ ഒന്നും കട്ട പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി മൈദ ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട, അതൊന്ന് കുറച്ചൊരു 2 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഈത്തപ്പഴം, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് തന്നെ ഇളക്കണം കേട്ടോ. അവിടെ ഇവിടെയും കട്ട ഒന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കുക. ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഇനി നമ്മൾ ഇത് ഒരു സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു പഴയ എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ പഴയ ഫ്രൈപ്പാനോ എന്തെങ്കിലും വെക്കുക. അത് കേക്ക് അടി പിടിക്കാതെക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു കുറച്ച് നെയ്യ്, കുറച്ചൊന്ന് കേക്കൊന്നും അടിയിൽ പിടിക്കാതെ കുറച്ചൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളെ കേക്ക് ഇതിലേക്ക് ഒഴിക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. സാധാ കേക്കിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ടൈം ഇതിനെടുക്കും. ഇതിൽ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് ആയത്. ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഈർക്കിളോ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇത് ക്ലീൻ ആണെങ്കിൽ നമ്മളെ കേക്ക് വെന്തെന്ന് നമുക്ക് പറയാനാവും. ഇതിപ്പോൾ ക്ലീൻ അല്ല. അതുകൊണ്ട് കുറച്ചൊരു 5 മിനിറ്റോ കൂടി വേവിക്കേണ്ടി വരും. നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം നമ്മൾ കേക്ക് റെഡി ആയെന്ന് തോന്നുന്നു.
സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. കുറച്ചൊന്ന് തണുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതിന് നല്ലൊരു സോഫ്റ്റ് കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.